നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സോളാർ ഗൂഢാലോചന കേസിൽ ഉമ്മൻചാണ്ടിയുടെയും മറ്റ് UDF നേതാക്കളുടെയും പേരുകൾ അതിജീവിതയുടെ കത്തിൽ എഴുതി ചേർത്തത് മുൻ മന്ത്രി ഗണേഷ് കുമാറാണെന്ന മൊഴികൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഗണേഷിനും ഗൂഢാലോചനയിൽ പങ്കെടുത്ത CPM നേതാക്കൾക്കുമെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താൻ സർക്കാർ ആലോചിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി ഉത്തരവുണ്ടാവുകയും ഗണേഷ് കുമാർ കേസിൽ കുരുങ്ങുകയും ചെയ്താൽ അത് തനിക്ക് മൈലേജായി മാറുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ കരുതുന്നു. സോളാർ ഗൂഢാലോചന കേസിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന KC ജോസഫും അന്നത്തെ തൃക്കാക്കര MLAയും ഇപ്പോൾ ചാലക്കുടി MP-യുമായ ബെന്നി ബെഹ്നാനും കൊട്ടാരക്കര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് അർജുൻ രാജ് മുമ്പാകെ മൊഴി നൽകിയ സാഹചര്യത്തിലാണ് അന്വേഷണത്തിന് സർക്കാർ ആലോചിക്കുന്നത്. മന്ത്രിസ്ഥാനം നഷ്ടമായതിന്റെ വൈരാഗ്യത്തിൽ ഗണേഷ് കുമാർ നടത്തിയ ഗൂഢാലോചനയിൽ ഉരുത്തിരിഞ്ഞാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക പീഡന പരാതിയെന്ന് ഇരുവരും മൊഴി നൽകി. ഗണേഷ് കുമാർ തന്നോടൊപ്പം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നുവെന്നും 2013 കാലയളവിൽ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ ഗാർഹിക പീഡന പരാതിയിൽ ക്രിമിനൽ കേസെടുത്ത പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ സമരത്തെ തുടർന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചെന്നും KC ജോസഫ് മൊഴി നൽകി. ഗണേഷിന്റെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിച്ച് മന്ത്രിസഭയിൽ തിരിച്ചെടുക്കാൻ ധാരണയായെങ്കിലും അദ്ദേഹത്തിന്റെ പിതാവും കേരള കോൺഗ്രസ് B ചെയർമാനുമായ R ബാലകൃഷ്ണപിള്ളയുടെ എതിർപ്പിനെ തുടർന്ന് തിരിച്ചെടുക്കാനായില്ല. ഗണേഷ് കുമാറും സോളാർ കേസ് പരാതിക്കാരിയും തമ്മിലെ സൗഹൃദം മൂലമാണ് ബാലകൃഷ്ണപിള്ള ഈ നിലപാടെടുത്തത്. മന്ത്രിയാകാനുള്ള സാധ്യത അടഞ്ഞതോടെ ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ കരിക്കൽ നീക്കിയ പ്രതിപക്ഷത്തിന്റെ കയ്യിലെ കരുവായി ഗണേഷ് മാറി. ഇതിനിടെ സോളാർ കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞ് പരാതിക്കാരി നൽകിയ കത്ത് 21 പേജ് മാത്രമായിരുന്നുവെന്ന് ജയിൽ സൂപ്രണ്ടിന് നൽകിയ കൈപ്പറ്റ് രസീതിൽ അവരുടെ അഭിഭാഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് അവർ തയ്യാറാക്കിയതാണെന്ന് പറഞ്ഞ് 25 പേജുള്ള കത്ത് ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ചു. കൂട്ടിച്ചേർത്ത 4 പേജുകളിൽ ഉമ്മൻചാണ്ടിയെയും മറ്റ് UDF നേതാക്കളെയും പറ്റി അപകീർത്തികരമായ പരാമർശങ്ങളുണ്ടായി. 4 പേജ് കൂട്ടിച്ചേർത്തതിന് പിന്നിൽ ഗണേഷ് കുമാറിന്റെ ഇടപെടൽ ഉണ്ടായെന്ന് അറിയാമെന്നും KC ജോസഫ് മൊഴി നൽകി. ഇതിന് സമാനമായ മൊഴിയാണ് ബെന്നി ബെഹ്നാനും നൽകിയത്. പിണറായി വിജയൻ മുതൽ ഗണേഷ് കുമാർ വരെയുള്ള നേതാക്കളെ ഇല്ലാതാക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം ധാരാളമാണെന്ന് സർക്കാർ കരുതുന്നു. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ നാറ്റിച്ചു കൊന്നത് ഗണേഷും പിണറായിയും ചേർന്നാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. 2 മുൻ ആഭ്യന്തര മന്ത്രിമാർക്ക് ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കണമെന്നുണ്ടായിരുന്നുവെന്നും TG നന്ദകുമാർ പറഞ്ഞതും ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. 3 വർഷം മുമ്പാണ് നന്ദകുമാർ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതിനായി അവരുടെ ആളുകൾ തന്നെ സമീപിച്ചിരുന്നുവെന്ന് നന്ദകുമാർ പറഞ്ഞിരുന്നു. അവർ കത്ത് VS അച്യുതാനന്ദനെ ഏൽപ്പിക്കണമെന്ന കാര്യം പറഞ്ഞു. കത്ത് സംഘടിപ്പിക്കാൻ VSും പറഞ്ഞു. അതിനുശേഷമാണ് ശരണ്യ മനോജിനെ കണ്ടതെന്നും നന്ദകുമാർ പറഞ്ഞു. സോളാർ കേസിലെ പരാതിക്കാരി ഉമ്മൻചാണ്ടിക്കെതിരെ എഴുതിയ കത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ VS അച്യുതാനന്ദൻ തന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് ശരണ്യ മനോജിനെ ഫോണിൽ ബന്ധപ്പെടുകയും അദ്ദേഹം എറണാകുളത്ത് വന്ന് ഉമ്മൻചാണ്ടിയുടെ പേരുള്ള 25 പേരുള്ള കത്തടക്കം അതിജീവിത എഴുതിയെന്ന് പറയുന്ന കുറെ കത്തുകൾ കൈമാറുകയായിരുന്നു. 2016 ശരണ്യ മനോജ് കത്ത് ഏൽപ്പിച്ചതെന്നും TG നന്ദകുമാർ പറയുന്നു. കത്ത് VS അച്യുതാനന്ദനെയും പാർട്ടിയുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയനെയും കാണിച്ചിരുന്നു. 2016 തെരഞ്ഞെടുപ്പിന്റെ സമയത്തോടനുബന്ധിച്ചാണ് കത്തിനെ കുറിച്ച് പിണറായി വിജയനുമായി ചർച്ച ചെയ്തത്. ശരണ്യ മനോജും അതിജീവിതയും തന്നെ കാണാൻ വന്നപ്പോൾ അമ്മയുടെ ചികിത്സയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് അതിജീവിതയ്ക്ക് താൻ പണം നൽകിയത്. അതല്ലാതെ മറ്റൊരു സാമ്പത്തിക ഇടപാടും ഈ കത്തിന്റെ പേരിൽ ഉണ്ടായിട്ടില്ലെന്നും TG നന്ദകുമാർ വ്യക്തമാക്കി. എന്നാൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിത കത്തെഴുതിയിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ശരണ്യ മനോജാണ് ഉമ്മൻചാണ്ടിയുടെയും ജോസ് കെ മാണിയുടെയും പേരെഴുതി ചേർത്ത കത്തെഴുതിയതെന്നും ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു. പരാതിക്കാരി പത്തനംതിട്ട ജയിലിൽ നിന്നും കോടതിയിൽ നൽകാൻ ഏൽപ്പിച്ചത് ഒരു ഡ്രാഫ്റ്റാണ്. ആ ഡ്രാഫ്റ്റുമായി പുറത്തിറങ്ങിയപ്പോൾ ശരണ്യ മനോജ് ബാലകൃഷ്ണപിള്ളയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പരാതിക്കാരി വാർത്താ സമ്മേളനം നടത്തിയത്. വഴിമധ്യേ ശരണ്യ മനോജാണ് ഉമ്മൻചാണ്ടിയുടെയും ജോസ് കെ മാണിയുടെയും പേരെഴുതി ചേർത്തത്. ഗണേഷ് കുമാറിന് മന്ത്രിയാവാൻ കഴിഞ്ഞില്ല, അതിനാൽ മുഖ്യനെ താഴെ ഇറക്കണമെന്ന് ശരണ്യ മനോജ് തന്നോട് പറഞ്ഞുവെന്ന് ഫെനി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ശരണ്യ മനോജും പ്രദീപുമാണ് ഗൂഢാലോചനയിൽ മുഖ്യ കണ്ണിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. CD ഉൾപ്പെടെ പല തെളിവുകളും തന്റെ കയ്യിലുണ്ടെന്നും ആ തെളിവ് ലഭിക്കാൻ പലരും സമീപിച്ചിരുന്നുവെന്നും ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു.
എനിക്ക് ഗണേഷ് കുമാർ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനം വരെ വാഗ്ദാനം ചെയ്തിരുന്നു. പരാതിക്കാരിക്ക് വേണ്ടി വക്കീൽ ഫീസ് തന്നിരുന്നത് ഗണേഷിന്റെ PA ആണെന്നും ഫെനി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. സോളാർ പരാതിക്കാരിയുടെ കത്തിൽ ഗണേഷ് കുമാർ ഇടപെട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരെഴുതി ചേർത്തെന്ന വെളിപ്പെടുത്തലൂടെ സോളാർ വിവാദം വീണ്ടും സജീവമായെങ്കിലും കഴിഞ്ഞ സർക്കാർ മൗനം പാലിച്ചു. അന്വേഷണം ഗണേഷിനെതിരെ തിരിക്കേണ്ടി വരുമെന്ന കണ്ടെത്തലാണ് സർക്കാരിനെ പിന്നോട്ടടിച്ചത്. കുടുംബത്തിലുണ്ടായ ചില വിവാദങ്ങളെ തുടർന്ന് ഗണേഷ് കുമാറിന് ഉമ്മൻചാണ്ടി തന്റെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇതിൽ തീരാ വിരോധത്തിലായ ഗണേഷ് കുമാർ പിന്നീട് ഉമ്മൻചാണ്ടിയുടെ എണ്ണം പറഞ്ഞ ശത്രുക്കളിൽ ഒരാളായി മാറി. ഉമ്മൻചാണ്ടി മന്ത്രിസഭയെ പ്രതിരോധത്തിലാക്കിയതിനും വിവാദങ്ങളിൽ ആറടിച്ചതിനും പിന്നിൽ ഗണേഷ് കുമാർ ഉണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. ലൈംഗിക പീഡനത്തെക്കുറിച്ച് സോളാർ കേസിലെ പരാതിക്കാരിയുടെ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഗണേഷ് കുമാർ ഇടപെട്ട് എഴുതി ചേർത്തുവെന്ന് മുമ്പ് മനോജ് കുമാർ വെളിപ്പെടുത്തിയിരുന്നു. ഇത് തള്ളിയ പരാതിക്കാരി ഉമ്മൻചാണ്ടിക്കെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കി. ഇത് ഗണേഷിന്റെ ഇടപെടലിനെ തുടർന്നാണ്. പിണറായി സർക്കാരിൽ ഒന്നാം ഊഴത്തിൽ തന്നെ മന്ത്രിയാവാനുള്ള ഗണേഷ് കുമാറിന്റെ സാധ്യത ഇല്ലാതാക്കിയത് സഹോദരി ഉഷയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് കാരണമായത്. കേരള കോൺഗ്രസ് ബിയുടെ സ്ഥാപക ചെയർമാൻ R ബാലകൃഷ്ണപിള്ളയുടെ മരണശേഷവും അദ്ദേഹത്തിന്റെ സ്വത്തിനെ ചൊല്ലി സഹോദരിയുമായി ഉണ്ടായ തർക്കം മന്ത്രിസഭാ രൂപീകരണ ചർച്ചയിൽ ഗണേഷിന് തിരിച്ചടിയാവുകയായിരുന്നു. മരണത്തിന് മുമ്പ് ബാലകൃഷ്ണപിള്ള എഴുതിയ വിൽപത്രത്തിൽ ക്രമക്കേട് നടന്നെന്ന പരാതിയാണ് സഹോദരി ഉയർത്തിയത്. ഗണേഷിന്റെ മൂത്ത സഹോദരി ഉഷ മോഹൻദാസും മുൻ IAS ഉദ്യോഗസ്ഥനായ ഭർത്താവ് മോഹൻദാസും ഈ പരാതിയുമായി മുഖ്യമന്ത്രിയെയും കോടിയേരി ബാലകൃഷ്ണനെയും കണ്ടു. ചില തെളിവുകൾ ഇവർ ഹാജരാക്കി. ഈ ഘട്ടത്തിൽ ഗണേഷിനെ മന്ത്രിയാക്കുന്നത് മന്ത്രിസഭയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കമാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഗണേഷിന് ആദ്യ ടേമിൽ മന്ത്രിസ്ഥാനം നൽകേണ്ടതില്ലെന്ന് CPM തീരുമാനിച്ചത്. ഗണേഷിനെ പിണറായി വിളിപ്പിച്ചു സംസാരിച്ചിരുന്നു. NSSന്റെ പിന്തുണ നേടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും ഗണേഷിനെ സാധിച്ചില്ല. ഇതിനിടെ കലഞ്ഞൂർ മധുവിനെ ഡയറക്ടർ ബോർഡിൽ നിന്ന് ഒഴിവാക്കി പകരം KB ഗണേഷ് കുമാറിനെ NSS ഉൾപ്പെടുത്തി. ഗണേഷ് കുമാറിന്റെ പിതാവ് R ബാലകൃഷ്ണപിള്ള ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു. എന്നാൽ ഇതേ NSS അടുത്ത കാലത്ത് ഗണേഷിനെ വീണ്ടും ഒഴിവാക്കി. കലഞ്ഞൂർ മധു ഒരു കാലത്ത് G സുകുമാരൻ നായരുടെ വിശ്വസ്തനായിരുന്നു. CPM ഇടപെടൽ ഉണ്ടായതോടെയാണ് ഇരുവരും തമ്മിൽ തെറ്റിയത്. മുൻ മുഖ്യമന്ത്രിയുമായി സുകുമാരൻ നായർക്ക് തെറ്റില്ലാത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. P ശിവൻകുട്ടിയെയും R ബിന്ദുവിനെയും പോലുള്ള നായർ സമുദായ അംഗങ്ങളെ വിദ്യാഭ്യാസത്തിന്റെ ചുമതല ഏൽപ്പിച്ചത് സുകുമാരൻ നായരുടെ കൂടി താൽപര്യപ്രകാരമാണ്. NSS നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ്. കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നതിനെ NSS എക്കാലവും എതിർത്തിരുന്നു. ഇടതുമുന്നണിയിൽ G സുകുമാരൻ നായർ ഒരു പാലമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. പണ്ട് ബാലകൃഷ്ണ പിള്ളയോട് ഇടതുമുന്നണിയിൽ ചേരരുതെന്ന് സുകുമാരൻ നായർ പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ തന്നെ ഉപദേശിക്കേണ്ടെന്നായിരുന്നു പിള്ളയുടെ മറുപടി. ഇടതുമുന്നണി പ്രവേശനം ലഭിച്ച ദിവസം തന്നെ പിള്ള സുകുമാരൻ നായർക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തുകയും ചെയ്തു. സുകുമാരൻ നായർക്ക് ആരെയെങ്കിലും പിന്തുണയ്ക്കാനുണ്ടെങ്കിൽ അത് സ്വയം ചെയ്യാനാണ് പിള്ള പറഞ്ഞത്. നേരത്തെയും താൻ NSSനെതിരെ നിലപാട് എടുത്തിട്ടുണ്ടെന്നും പിള്ള പറഞ്ഞു. NSSന്റെ തീരുമാനത്തിന് വിരുദ്ധമായി താൻ വനിതാ മതിലിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മന്നത്ത് പത്മനാഭനാണ് ബാലകൃഷ്ണപിള്ളയെ NSS പത്തനാപുരം താലൂക്ക് ഏൽപ്പിച്ചത്. അത് സുകുമാരൻ നായർ നൽകിയതല്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഇത്തരത്തിൽ NSSനുള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ CPM ആണ് തുടക്കമിട്ടത്. അത് പിള്ളയെ ഉപയോഗിച്ചായിരുന്നു. പിന്നീട് അതേ ഗണേഷാണ് സുകുമാരൻ നായരുമായി സന്ധിയിലായത്. ഭാര്യയുമായുള്ള കലഹത്തെ തുടർന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും ഇറങ്ങേണ്ടി വന്നപ്പോൾ സുകുമാരൻ നായർ തന്നെ സഹായിച്ചില്ലെന്നായിരുന്നു ഗണേഷിന്റെ വിശ്വാസം. അന്ന് സുകുമാരൻ നായർ പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ആളായിരുന്നു ഉമ്മൻചാണ്ടി. എന്നിട്ടും തനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അത് ചെന്നിത്തലയെ മന്ത്രിയാക്കാൻ വേണ്ടിയായിരുന്നു. മാത്രമല്ല തന്നെ മന്ത്രിസഭയിൽ നിന്ന് ഉമ്മൻചാണ്ടി പുറത്താക്കിയത് സുകുമാരൻ നായരുമായി ആലോചിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൽ ചേർന്നത്. ഇടതുപക്ഷവുമായി ആഭിമുഖ്യം പുലർത്തിയതിന്റെ ഗുണം NSSനും സുകുമാരൻ നായർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഗണേശൻ വാദിക്കുന്നത്. സുകുമാരൻ നായരുടെ മകളെ പിണറായി സർക്കാർ MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ നിലനിർത്തിയത് തന്റെ കൂടെ ശ്രമഫലമായാണ്. NSS താക്കോൽ ദാനം നൽകിയ നേതാക്കളൊന്നും പിന്നീട് സുകുമാരൻ നായരോട് വിധേയത്വം പുലർത്തിയില്ല. എന്നാൽ ഇന്നും താൻ അദ്ദേഹത്തെ ആദരിക്കുന്നു. മുന്നാക്കക്കാർക്ക് ദേവസ്വം ജോലിയിൽ സംവരണം നൽകിയത് തന്റെ കൂടെ ശ്രമഫലമായാണെന്ന് ഗണേശൻ അന്ന് വാദിച്ചു. എന്നാൽ ഇന്ന് നിലപാട് അതല്ല. NSSലെ ഒരു വിഭാഗത്തിനെ ഔദ്യോഗിക സംവിധാനത്തിനെതിരാക്കി മാറ്റാൻ CPM തുടങ്ങിയ ശ്രമങ്ങൾ
ശ്രമങ്ങൾക്ക് മാസങ്ങളുടെ പഴക്കമുണ്ട്. അച്യുതാനന്ദനെ പോലും തള്ളി പിള്ളയെ മുന്നണിയിലെടുത്തതും അതിനു വേണ്ടിയാണ്. പിള്ളയെയും മകനെയും ഒന്നിച്ചു നിർത്തി NSSലെ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്താനാണ് സർക്കാരും പാർട്ടിയും തീരുമാനിച്ചിരുന്നത്. SNDPയിൽ വെള്ളാപ്പള്ളിയെ ഒപ്പം നിർത്തിയത് ഇതേ തന്ത്രത്തിന്റെ ഭാഗമാണ്. തുഷാർ വെള്ളാപ്പള്ളിയെ കേസിൽ കുടുക്കിയതും ഇതേ തന്ത്രം തന്നെയാണ്. G. സുകുമാരൻ നായർക്കെതിരെ കേസെടുക്കാൻ വഴിയില്ലാത്തതുകൊണ്ടാണ് ഒന്നിനും നിവൃത്തിയില്ലാത്തത്. കുറിച്ചി NSS ഹോമിയോ കോളേജിലെ നിയമന അഴിമതിക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവുണ്ട്. എന്നാൽ കേസെടുത്തില്ല. ഇത് NSSനെയാണ് ഗണേശൻ വഴി BJP പാട്ടിലാക്കാൻ ശ്രമിച്ചത്. സോളാർ കേസ് ഒതുക്കാനാണ് ഇടതു വലതു മുന്നണികൾ ശ്രമിക്കുന്നത്. ഇതിനാണ് സതീശൻ തടയിട്ടത്. അന്വേഷണം തീരുമാനിച്ചാൽ മുന്നണിയിലെ പ്രമുഖ നേതാക്കൾ മറുപടി പറയേണ്ടി വരും. സാമ്പ്രദായിക വഴിയിലൂടെ സഞ്ചരിക്കാൻ തയ്യാറല്ലാത്ത VD സതീശൻ സോളാർ കേസിൽ ആർക്കെല്ലാം പണി കൊടുക്കുമെന്ന് കണ്ടറിയാം. കാരണം സോളാറിന്റെ നാൾ വഴികളിൽ പല കോൺഗ്രസ് നേതാക്കളും ഉമ്മൻചാണ്ടിക്കെതിരെ കളിച്ചിരുന്നു.